ക്യൂലിംഗ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഒരു ജിമ്മിക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ക്യൂലിംഗ് പേപ്പർ തന്നെയാണ് വേണ്ടത്. 5 mm എടുക്കുന്നത്. നമുക്ക് സൈസ് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് പേപ്പർ ആഡ് ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇത് ക്യൂലിംഗ് പേപ്പർ ഇപ്പം ഞാൻ 4 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിക്കുക. ഇപ്പോൾ ഞാൻ റെഡ് ആദ്യം ഒട്ടിച്ചിട്ട് പിന്നെ 2 ബ്ലാക്ക് കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റെഡും കൂടെ എടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഫുൾ ഒറ്റ കളർ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആദ്യം 2 റെഡ് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ക്യൂലിംഗ് എല്ലാവർക്കും ചെയ്യാനറിയാം. ഇത് ക്യൂലിംഗ് ടൂളാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ക്യൂല് ചെയ്തെടുക്കണം. ഇത് മുഴുവനും ക്യൂല് ചെയ്തെടുക്കണം. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ വിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പതുക്കെ ഒന്ന് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് കംപ്ലീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് ബുദ്ധിമുട്ടാണെങ്കിൽ പകുതി ആകുമ്പോഴത്തേക്കും കയ്യിലോട്ട് അഴിച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് ചുറ്റിയാലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇത് ക്യൂല് ചെയ്ത് അറ്റത്ത് എത്തിയിട്ട് നമ്മളതിലേക്ക് ഫെവിക്കോൾ ഇട്ടിട്ട്, ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, അത് നമ്മൾ ഫെവിക്കോൾ ഇട്ടങ്ങ് ഒട്ടിക്കണം. അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഉണങ്ങിക്കോളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലെന്താ ചെയ്യണമെന്ന് നമുക്ക് ഇതിനെ കയ്യിൽ വെച്ചിട്ട് തന്നെ പതുക്കെ ഇങ്ങനെ, ഇപ്പോൾ ജിമിക്ക് ആക്കാൻ വേണ്ടി പതുക്കെ ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി. അതല്ല ഇനി അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ക്യൂലിംഗ് മോൾഡ് വാങ്ങിക്കാൻ കിട്ടും. ആ മോൾഡിലേക്ക് വെച്ചിട്ട് നമുക്ക് ഏതാണ് അതിന് പാകമായിട്ട് വരുന്നത് ആ ഒരു ബോളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വയ്ക്കുക. ഇതുപോലെ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. കൈ കൊണ്ട് തള്ളിയാലും കുഴപ്പമില്ല. മോൾഡ് ഇല്ലാതെ ആണെങ്കിൽ കൈ കൊണ്ട് പതുക്കെ തള്ളി കൊടുത്താൽ മതി. അതുപോലെ മോൾഡിലാണെങ്കിൽ നമുക്കിങ്ങനെ മോൾഡിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. പിന്നെ രണ്ട് ഷേപ്പിലാണ് വരിക. കൈ കൊണ്ട് ചെയ്യുന്നത് കുറച്ച് ഇങ്ങനെ കൂർത്ത് വരും. ഇതാകുമ്പോൾ ആ മോൾഡിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് കിട്ടും. ഇതുപോലെ കിട്ടും. അപ്പോൾ നമുക്കിത് ജിമിക്കേണ്ട. ഇപ്പോൾ ഞാൻ നമ്മൾ ആകെ 4 എണ്ണം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത്ര ചെറുത് കിട്ടിയത്. ഇപ്പോൾ ഒരു 12 വരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ജിമിക്ക് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള അതിലെടുക്കാം. അത് ക്യൂല് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത്രയും നേരം നമ്മളത് ക്യൂല് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ തള്ളി വെച്ചേക്കല്ലേ. അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് സാധാരണ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫെവിക്കോൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇട്ടിട്ട് ഇതിനെ ഉണങ്ങാൻ വെക്കണം. ഇത്രയും തന്നെ ഇട്ട് കൊടുക്കണം. നിറയെ ഇട്ടിട്ട് അപ്പോൾ അത് ഫിക്സ് ആയിക്കോളും. പിന്നെ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ പിന്നെ ഇത് എങ്ങനെയാലും അതിൻ്റെ ഷേപ്പ് പോകില്ല. ഷേപ്പ് പെർമനൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫെവിക്കോൾ ഇട്ട് കൊടുക്കുന്നത്. ഫെവിക്കോൾ ഇട്ട് അതിന് ഉണങ്ങാൻ മാറ്റിക്കണം. ഇതിപ്പോൾ ഞാൻ 4 എടുത്തിരിക്കുന്നത്. അതല്ല അതിനേക്കാളും ചെറുത് വേണമെങ്കിൽ അങ്ങനെ എടുത്താലും മതി. അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിന് ചുമ്മാ ഇങ്ങനെ റോൾ ചെയ്യണം. ടൂത്ത് പിക്ക് എടുത്ത് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ വട്ടക്കണ്ണി ഇടാനുള്ളത് കൊണ്ടാണ് ടൂത്ത് പിക്കിൽ ചെയ്യണത്. നമ്മൾ ക്യൂലിംഗ് ടൂളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടുക്ക് വട്ടക്കണ്ണി ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് സാധാരണ ചെയ്യണ പോലെ ക്യൂലിംഗ് ചെയ്യണ പോലെ തന്നെ അറ്റത്തേക്ക് ശകലം പശ ഇട്ടിട്ട് അങ്ങനെ കൂട്ടി ഒട്ടിച്ചിട്ട് നമുക്കിങ്ങനെ അഴിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെയും ചെയ്ത് വയ്ക്കുക. അത് നല്ലോണം ഡ്രൈ ആയിട്ട് നമുക്ക് എടുത്താൽ മതി. അതവിടെ ഇരിക്കും. ഇതിപ്പോൾ ഉള്ളിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉള്ളൊരു ജിമിക്കാണത്. നമ്മൾ ഫെവിക്കോൾ നേരത്തെ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ പീസും നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വട്ടക്കണ്ണി എടുക്കുക. വട്ടക്കണ്ണി എടുത്ത് പതുക്കെ അകത്തി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇടണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വട്ടക്കണ്ണി ഇട്ട് നമ്മൾ അകത്തി വെച്ചിട്ട് ഇതിന് ജോയിൻ ചെയ്യാം. നമ്മൾ ഈ ജോയിൻ ചെയ്യുന്ന ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് പക്കട്ട് വെച്ചിട്ട് തന്നെ പതുക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ് ഉണ്ടാവും. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വട്ടക്കണ്ണി ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ശകലം ഫെവിക്കോൾ ഇട്ടിട്ട്, ഇത് പേപ്പർ തന്നെയാണ്, നമ്മൾ പേപ്പറാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് പേപ്പർ ഇങ്ങനെ കൂടെ വയ്ക്കുക. ഇതിങ്ങനെ ഇരുന്ന് ഡ്രൈ ആയിക്കോളും. അപ്പോൾ ഇത് ഒരു ദിവസം തന്നെ ഇങ്ങനെ വെച്ചിരുന്നാൽ നല്ലത്. അല്ലെങ്കിൽ വേണ്ട ഒരു 1-2 മണിക്കൂർ വെച്ചിരുന്നാൽ നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ്. അതിന് മുമ്പ് നമ്മളത് കുളത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അഴിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി അത് മാറ്റി വയ്ക്കുക. ഇതിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ എളുപ്പമാണ്. ഇപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നമുക്കത് ക്യൂല് ചെയ്യണ സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫെവിക്കോളിട്ട് മാറ്റി വയ്ക്കുക. വേറെ ചെറിയൊരു ലൂപ്പ് എടുത്ത് വയ്ക്കുക. അതതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുക. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. വളരെ ഈസി ആയിട്ട് കഴിയും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എയർ ടാഗ് എടുത്തിട്ട് ഇതിലേക്ക് കൊളുത്തുക. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കൊളുത്തിയില്ലെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് ഊരിപ്പോരും. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അത്
നമുക്കിതിൽ ഈ ടാഗിലേക്ക് ഇങ്ങനെ ഭംഗിയാക്കി എടുക്കാം. നമുക്കിതിപ്പോൾ ജിമിക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് നമുക്ക് ജിമിക്കി എടുക്കാം. അപ്പോൾ ഇത് 2 കളറ്, ഒരു കളർ ഇട്ടിട്ട് അടുത്ത കളർ അങ്ങനെയാണ് ഇതിന് ഒട്ടിച്ച് പോയേക്കുന്നത് കില്ല് ചെയ്തപ്പോൾ.